കോക്രോച്ച് ജനത പാർട്ടി കുറച്ചു ദിവസങ്ങൾ കൊണ്ട് ലോകത്തെ തന്നെ അമ്പരപ്പിച്ചിരിക്കുന്ന മുന്നേറ്റം. എലോൺ മസ്കിന്റെ എക്സ് പോലും ബാൻ ചെയ്ത ഈ പാർട്ടി അത്ര നിസ്സാരമല്ല. എന്താണ് കോക്രോച്ച് ജനത പാർട്ടി? മടിയന്മാരും എപ്പോഴും ഓൺലൈനിൽ സമയം ചിലവഴിക്കുന്നവരും തൊഴിലില്ലാത്തവരുമായ യുവാക്കൾക്ക് വേണ്ടിയുള്ള പാർട്ടി. ഈ വിശേഷണത്തോടെയാണ് കോക്രോച്ച് ജനത പാർട്ടി പ്രചാരണം നേടുന്നത്. ആദ്യം കണ്ടവരെല്ലാം തമാശയാണെന്ന് കരുതിയ ഈ നീക്കം എന്നാൽ അത്ര തമാശയല്ല. ഗൗരവമേറിയ രാഷ്ട്രീയ ചർച്ചകൾക്കിടയിൽ പരിഹാസത്തിലൂടെയും ആക്ഷേപഹാസ്യത്തിലൂടെയും സോഷ്യൽ മീഡിയയിൽ തുടങ്ങിയ ഒരു മുന്നേറ്റം. സത്യത്തിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് നടത്തിയ ഒരു പരാമർശത്തിൽ പ്രതിഷേധിച്ച് രൂപീകൃതമായ ഒരു ആക്ഷേപഹാസ്യ രാഷ്ട്രീയ മുന്നേറ്റമാണ് കോക്രോച്ച് ജനതാ പാർട്ടി. കോക്രോച്ച് എന്നത് അതിജീവനത്തിന്റെയും പ്രതിരോധത്തിന്റെയും പ്രതീകമായാണ് സോഷ്യൽ മീഡിയയിൽ ഇവർ അവതരിപ്പിക്കുന്നത്. അഭിജിത് ദീപ് കെ എന്ന യുവാവാണ് ഈ പാർട്ടി സ്ഥാപിച്ചത്. ബോസ്റ്റൺ യൂണിവേഴ്സിറ്റി ബിരുദധാരിയും മുൻപ് ആം ആദ്മി പാർട്ടിയുടെ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ പ്രവർത്തകനുമായിരുന്നു കോക്രോച്ച് പാർട്ടിയുടെ സ്ഥാപകനായ 30-കാരനായ അഭിജിത് ദീപ് കെ. യുവാക്കളുടെ രാഷ്ട്രീയ മുന്നണി, യുവാക്കളാൽ യുവാക്കൾക്ക് വേണ്ടി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കോക്രോച്ച് ജനതാ പാർട്ടിയുടെ മുദ്രാവാക്യം സെക്കുലർ, സോഷ്യലിസ്റ്റ്, ഡെമോക്രാറ്റിക്, ലേസി എന്നാണ്. ഇൻസ്റ്റഗ്രാമിൽ ഭരണകക്ഷിയായ BJPയേക്കാൾ കൂടുതൽ ഫോളോവേഴ്സിനെ സ്വന്തമാക്കി മണിക്കൂറുകൾക്കുള്ളിലാണ് ഇന്ത്യയിൽ അവരുടെ എക്സ് അക്കൗണ്ട് മരവിപ്പിച്ചത്. അഭിജിത്ത് തന്നെയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചതും. ഇന്ത്യയിൽ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്തതിന്റെ സ്ക്രീൻഷോട്ട് പങ്കുവെച്ചുകൊണ്ട് പ്രതീക്ഷിച്ചതുപോലെ തന്നെ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ അക്കൗണ്ട് ഇന്ത്യയിൽ തടഞ്ഞു വെച്ചിരിക്കുന്നു എന്നാണ് അദ്ദേഹം എക്സിൽ കുറിച്ചത്. എന്നാൽ ഇതിനു പിന്നാലെ തന്നെ പുതിയ അക്കൗണ്ട് അവർ തുറക്കുകയും ചെയ്തു. ഗൗരവകരമായ രാഷ്ട്രീയ പരിഷ്കാരങ്ങൾ ആവശ്യപ്പെടുന്നതോടൊപ്പം തന്നെ മീമുകളിലൂടെയും ഹാസ്യത്തിലൂടെയും യുവജനങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കാനും കോക്രോച്ച് പാർട്ടിക്ക് കഴിഞ്ഞു. ഒരു സമാന്തര ഡിജിറ്റൽ വിപ്ലവമായി വളർന്ന ഈ പാർട്ടി ഇന്ത്യൻ രാഷ്ട്രീയ ചർച്ചകളിൽ നിലവിൽ വലിയ പ്രാധാന്യം നേടിക്കഴിഞ്ഞു. തൊഴിലില്ലായ്മയ്ക്കും നീതിപീഠത്തിന്റെ വിവാദ പരാമർശങ്ങൾക്കുമെതിരെ യുവാക്കളുടെ പ്രതിഷേധമായി രൂപം കൊണ്ട ഈ മൂവ്മെന്റ് ചുരുങ്ങിയ കാലം കൊണ്ട് വലിയ തരംഗമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. തൊഴിലില്ലാത്ത ചില യുവാക്കളെയും ഓൺലൈൻ ആക്ടിവിസ്റ്റുകളെയും പരാമർശിക്കവേ ചീഫ് ജസ്റ്റിസ് അവരെ പാറ്റകൾ അല്ലെങ്കിൽ പരാതങ്ങൾ എന്നിവയോട് ഉപമിച്ചത് സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഇടവച്ചിരുന്നു. ചീഫ് ജസ്റ്റിസിന്റെ ഈ പരാമർശങ്ങളാണ് ഈ പ്രസ്ഥാനത്തിന് പിന്നിലെ വൈകാരികമായ പ്രേരണയെന്ന് അഭിജിത്ത് തന്നെ പിന്നീട് പറയുകയുണ്ടായി. നമുക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യം നൽകുന്ന ഭരണഘടനയുടെ സംരക്ഷകനായ ചീഫ് ജസ്റ്റിസിൽ നിന്നാണ് അത്തരം പരാമർശങ്ങൾ ഉണ്ടായതെന്നത് ഏറെ വേദനിപ്പിക്കുന്നതാണ് എന്നായിരുന്നു അഭിജിത്ത് ഒരു അഭിമുഖത്തിൽ പറഞ്ഞത്. തന്റെ വാക്കുകൾ തെറ്റായി ഉദ്ധരിച്ചതാണെന്നും വ്യാജ ബിരുദം ഉപയോഗിച്ച് തൊഴിൽ മേഖലകളിൽ പ്രവേശിക്കുന്നവരെ ഉദ്ദേശിച്ചാണ് അത് പറഞ്ഞതെന്നുമാണ് ചീഫ് ജസ്റ്റിസ് പിന്നീട് വിശദീകരിച്ചത്. എങ്കിലും ഓൺലൈൻ പ്രതിഷേധം ഇതുകൊണ്ടൊന്നും തണുപ്പിക്കാനായില്ല. CJP കൂടുതൽ ജനശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ലക്ഷക്കണക്കിന് രജിസ്റ്റർ ചെയ്ത പ്രവർത്തകരെയും വിവിധ പ്ലാറ്റ്ഫോമുകളിലായി ദശലക്ഷക്കണക്കിന് ഫോളോവേഴ്സിനെയും നേടാൻ ഈ പാർട്ടിക്കായിട്ടുണ്ട്. ആക്ഷേപഹാസ്യവും ഗൗരവമേറിയ രാഷ്ട്രീയ ആവശ്യങ്ങളും ചേർന്നതാണ് പാർട്ടിയുടെ പ്രകടന പത്രിക. ചീഫ് ജസ്റ്റിസുമാർക്ക് വിരമിച്ച ശേഷം രാജ്യസഭാ സ്ഥാനങ്ങൾ നൽകുന്നത് നിരോധിക്കുക, തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവാദിത്വം ഉറപ്പാക്കുക, പാർലമെന്റിലും മന്ത്രിസഭയിലും സ്ത്രീകൾക്ക് 50% സംവരണം നൽകുക, മാധ്യമ ഉടമസ്ഥതയിലും തൊഴിലവകാശങ്ങളിലും പരിഷ്കാരങ്ങൾ കൊണ്ടുവരിക എന്നിവയാണ് പ്രധാന നിർദ്ദേശങ്ങൾ. ഇതൊരു താൽക്കാലിക തമാശ മാത്രമല്ലെന്നും ഇന്ത്യൻ യുവാക്കൾക്കിടയിൽ വളർന്നു വരുന്ന നിരാശയുടെ പ്രതിഫലനമാണെന്നും വേണം നാം മനസ്സിലാക്കാൻ. യുവാക്കളുടെ ഈ വലിയ മുന്നേറ്റത്തെ ഏത് ദിശയിലേക്കും തിരിച്ചുവിടാനുള്ള സാഹചര്യം നിലവിൽ ഉണ്ടാകുമെന്നതാണ് ഭയത്തോടെ മറ്റു സമൂഹം നോക്കിക്കാണുന്നത്. എന്തു തന്നെയായാലും രാഷ്ട്രീയങ്ങൾക്കപ്പുറത്ത് യുവാക്കൾക്കെതിരെ ഉണ്ടാകുന്ന പരിഹാസങ്ങൾക്ക് വളരെ വേഗത്തിലും ശക്തമായും എതിർപ്പുകൾ ഉണ്ടാകുമെന്നും ഒരു നിമിഷം കൊണ്ട് കൂട്ടായ്മയും ശക്തമായ മുന്നേറ്റവും രൂപപ്പെടുമെന്നും തന്നെയാണ് കോക്രോച്ച് ജനതാ പാർട്ടിയിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്.